രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രപാണി ടെലിഫോണിൽ ചേരുന്നു. രതീഷ്, ഇപ്പോൾ അല്പം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഈ ഓഹരി കച്ചവടം കൈമാറ്റം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി സംസാരിച്ചത്. അത് കണ്ടാൽ തോന്നുന്നത്, അദ്ദേഹം പറഞ്ഞത് കേട്ടാൽ തോന്നുന്നൊരു കാര്യം, ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ചില അടിയന്തര നടപടികളുണ്ട്. അന്ന് ഒരു വാർത്താക്കുറിപ്പിലൂടെ അതൃപ്തി അറിയിച്ചതിനപ്പുറം, സഭയിൽ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം പിന്നെ ചലിച്ചതായി കാണുന്നില്ല. പക്ഷേ ചോദിച്ചാൽ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. പക്ഷേ ഇടപെടലിനൊരു അടിയന്തര സ്വഭാവം വേണ്ടതല്ലേ? അതുണ്ടാകുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പറയുക മാത്രമല്ല, അദ്ദേഹം സെബിക്കും മറ്റും കത്തയക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വിഴിഞ്ഞം കരാറിൻ്റെ ലംഘനം ഈ ഷെയർ ട്രാൻസാക്ഷനിൽ നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്നലെ കത്തയച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തത്. സർക്കാർ ചെയ്യേണ്ട അടിയന്തര നടപടികൾ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം കൂടിയാണോ ഇതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത്? തീർച്ചയായിട്ടും സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളത് ഏതാണ്ട് 100% തന്നെ ഉറപ്പാണ്. ഇപ്പൊ ഒരു വേറൊരു കമ്മിറ്റിയെ വെച്ച് ഇത് പഠിക്കാൻ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണത്, കേൾക്കുന്ന പ്രേക്ഷകർ, ഈ കമ്മിറ്റിയെ വെച്ച് പഠിക്കേണ്ട ഒരു ആവശ്യം എന്താണ്? കാരണം ഇത് നഗ്നമായിട്ടുള്ള കരാറിന്റെ ലംഘനമാണ്. ആ ലംഘനത്തിന് ആകെ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തേക്കണത് പേടിച്ച് വിറച്ച് അദ്ദേഹത്തിന് നാണിച്ച് ലജ്ജിച്ച് അദ്ദേഹം ഒരു കത്തയക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ കത്തയച്ചത് എന്താണ്? കേവലം അസംതൃപ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തയക്കാണ് ചെയ്തേക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോ ഈ കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന യാഥാർത്ഥ്യം ആളുകൾ മനസ്സിലാക്കണം. അവരുടെ 2 പ്രൊജക്ടുകൾ എന്ന് പറയുന്നത്, ഒന്ന് കോർപ്പറേറ്റ് പ്രൊജക്ടുകൾ, ബിസിനസ് പ്രൊജക്ടുകൾ, അത് അദാനിക്കും അംബാനിക്കും വേണ്ടിയൊക്കെ നടപ്പിലാക്കാനുള്ള പദ്ധതിയായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിഥി സംസ്ഥാന തൊഴിലാളികളെ കുറിച്ച് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നമുക്കറിയാം. ഹിമന്ത ബിശ്വ ശർമ്മയും അതുപോലെ തന്നെ സുവേന്ദു അധികാരിയും ഒക്കെ ബംഗ്ലാദേശികളോടും മറ്റു പല ആളുകളോടും നടത്തിക്കൊണ്ടിരിക്കുന്ന പോലുള്ള പ്രസ്താവനകളാണ്. അപ്പൊ ഈ 2 മുഖങ്ങളും യഥാർത്ഥത്തിൽ ഒരേ ആളുകളെ വെച്ച് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ സെബിക്ക് കത്തയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു പിണറായി വിജയൻ. വളരെ നല്ല കാര്യം. പക്ഷേ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെബിയുടെ മുൻ ഹെഡ് ഉണ്ട്, നമുക്കറിയാം, മാധവി പുരി ബുച്ച് എന്ന് പറയുന്ന. അവര് യഥാർത്ഥത്തില് കഴിഞ്ഞ തവണ ഇതുപോലെ അദാനിക്കെതിരെ വലിയ ആരോപണമുണ്ടായിരുന്നു, ഷെൽ കമ്പനികൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇടപെടുന്നു, അദാനിയുടെ ഷെയറുകളുടെ വില കൃത്രിമമായി കൂട്ടിക്കൊടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞൊരു ആരോപണമുണ്ടായിരുന്നു. അന്ന് ആരോപണമുണ്ടായപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, ഞാൻ ബാംഗ്ലൂരിൽ ഒരു വലിയ ബിസിനസ് കൺസൾട്ടന്റുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കമന്റാണ്. ആളുകളൊക്കെ വിചാരിക്കുന്നത് മാധവിപുരി ബുച്ചിന്റെ ഭർത്താവ്, അദ്ദേഹം ഒരു കൺസൾട്ടൻസി ഫേം നടത്തുന്നുണ്ട്, അവര് അദാനിയുടെ പല കൺസൾട്ടൻസികളും എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ മാധവിപുരി ബുച്ച് സെബിയുടെ ചീഫ് ആയതുകൊണ്ട് ഭർത്താവിന് ആനുകൂല്യം കിട്ടുന്നു എന്നുള്ളതാണ് ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷേ രതീഷ്, യഥാർത്ഥത്തിലുള്ള കാര്യം, ഈ മാധവിപുരി ബുച്ചിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ പോലും കൊടുത്തത് അദാനിയാണ്. കാരണം അദാനിക്ക് ഈ മാധവിപുരി ബുച്ചിന്റെ ഭർത്താവ്, അദ്ദേഹം IIM പഠിച്ചിട്ടുള്ള വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ് ഇവർ രണ്ടുപേരും. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഇത് നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. യഥാർത്ഥത്തില് കേരളത്തിൽ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തില് കോൺഗ്രസിന്റെ പിന്തുണ, കോൺഗ്രസ് പാർട്ടിക്കകത്ത് വളരെ കുറഞ്ഞ പിന്തുണ മാത്രമുണ്ടായിരുന്ന, പാർലമെന്ററി പാർട്ടിയിൽ നാമമാത്രമായ പിന്തുണ മാത്രമുണ്ടായിരുന്ന VD സതീശൻ എങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി? എന്തുകൊണ്ട് മുസ്ലിം ലീഗ് അതിനുവേണ്ടി വാശി പിടിച്ചു? ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം എന്നുള്ളതൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഇതിന്റെ കാര്യം പിടികിട്ടും. ആ കാര്യത്തിന്റെ അടിസ്ഥാനമാണ് ഇന്നലെ KC വേണുഗോപാൽ പോലും പറഞ്ഞത്, ഇവിടെ ഭരിക്കുന്നത് സൂപ്പർ അദാനിയാണോ അതോ BJP ഗവൺമെന്റ് ആണോ എന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയമായി 2031 BJPക്ക് ഗുണമുണ്ടാക്കുക, 2031 വരെയുള്ള വലിയ പ്രൊജക്ടുകൾ അദാനിക്കും ഗുണമുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. അതായത് രതീഷ്, KC വേണുഗോപാലിനും ഹൈക്കമാൻഡിനും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരു വലിയ ഒരു ഡിസൈൻ, ഒരു പ്ലാനിങ് അത് സംഭവിച്ചിട്ടുണ്ട് എന്നാണോ പറയുന്നത്? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന വിഴിഞ്ഞം സീപോർട്ട് കമ്പനിയുടെ MD ആയിട്ടുള്ളവരെ അവിടെ നിന്ന് മാറ്റിയതിനെക്കുറിച്ച് പോലും പറയുന്നുണ്ട്. കാരണം അദാനിക്ക് അവരോടുണ്ടായിരുന്ന ചില അതൃപ്തികൾ, ചില പ്രശ്നങ്ങൾ, അത് പുതിയ സർക്കാർ വന്ന് തുറമുഖ മന്ത്രിയായി മുഖ്യമന്ത്രി തന്നെ വരികയും ചെയ്ത ഘട്ടത്തിൽ അവിടെയും മാറ്റം സംഭവിക്കുന്നു. ആരും അതങ്ങനെ ശ്രദ്ധിക്കില്ല, മുഴുവൻ ഉദ്യോഗസ്ഥരെ മാറ്റുന്ന കൂട്ടത്തിൽ സംഭവിച്ചതാണെന്ന് ധരിക്കാം. പക്ഷേ ഇപ്പോഴതുമൊക്കെ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രി കൈവശം വെച്ചിരിക്കുന്ന വകുപ്പുകൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ഏറ്റവും ആദ്യം ഒന്ന് പരിശോധിക്കണമല്ലോ. ആ വകുപ്പുകൾ നമുക്കറിയാം. ഒന്ന്, അദാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധനകാര്യം എന്ന് പറയുന്ന
വകുപ്പ്, പ്രധാനപ്പെട്ട വകുപ്പ് കൈവശം വെച്ചിരിക്കുന്നു. രണ്ടാമത്തേത് തുറമുഖം കൈവശം വെച്ചിരിക്കുന്നു. മൂന്നാമത്തേത് നിയമം കൈവശം വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ ഈ പറയുന്ന ബിസിനസ് ഗ്രൂപ്പുകളെ സഹായിക്കാൻ ഉപകരിക്കുന്ന എല്ലാ കാര്യങ്ങളും വെച്ചിരിക്കുന്നു. രണ്ടാമത് ഞാനൊരു സംശയത്തോടു കൂടി തന്നെ ഞാനൊരു ആരോപണം ഉന്നയിക്കുന്നു. ആരോപണം ഈ രത്തൻ കേൽക്കർ എങ്ങനെയാണ് പൊടുന്നനെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വന്നത്, എങ്ങനെയാണ് അദ്ദേഹം തുറമുഖ വകുപ്പിന്റെ സെക്രട്ടറി ആയത് എന്നൊക്കെ ആലോചിച്ചാൽ പലപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, കോർപ്പറേറ്റ് ബിസിനസ് ഗ്രൂപ്പുകൾ കൊടുക്കുന്ന ലിസ്റ്റ് യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്ന പണിയാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. അത് രാഷ്ട്രീയമായി BJPക്ക് ഗുണം ചെയ്യുന്ന, ബിസിനസ് പരമായി അദാനിക്ക് ഗുണം ചെയ്യുന്ന, അംബാനിക്ക് ഗുണം ചെയ്യുന്ന, റിലയൻസിന് ഗുണം ചെയ്യുന്ന. ഇപ്പൊ ബെക്കാഡിയുടെ കാര്യത്തിൽ നമുക്കറിയാലോ, റിലയൻസിന്റെ മദ്യം കൂടി വരുന്നു. എങ്ങനെയാണ് റിലയൻസിന്റെ മദ്യം ഇത്ര പെട്ടെന്ന് വരുന്നത്? അവർ 6 മാസം മുമ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് തുടങ്ങിയാണ്, പദ്ധതികൾ തുടങ്ങിയതാണ്. അപ്പൊ അതവിടെ നടപ്പാക്കാൻ കഴിയും, അതിനുള്ള ഒരു ഭരണകൂടമാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്ന കൃത്യമായ ധാരണ കിട്ടിയിരുന്നു. ആ ധാരണകളുടെ കൂടി അടിസ്ഥാനത്തിൽ വേണം മംഗലാപുരം യാത്രയും ഇതിനു മുമ്പുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ എടുത്തു വെക്കാൻ. ഒരു ചെറിയ വാചകം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഈ VD സതീശൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം നിരവധി മാധ്യമങ്ങൾക്ക് അതുപോലെ ഇന്റർവ്യൂകൾ കൊടുത്തിരുന്നു. ആ ഇന്റർവ്യൂകൾ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള നിരവധി പ്രൊജക്ടുകളുണ്ട്. ആ പ്രൊജക്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? കേരളത്തെ പോർട്ട് സിറ്റി ആക്കുന്നു, കേരളത്തെ മിഷൻ സമുദ്രയാക്കുന്നു. ഇന്നലെ അദ്ദേഹം അതിഥി തൊഴിലാളികളെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തി. ഈ കാര്യങ്ങളൊന്നും തന്നെ അത് കേരളത്തിന്റെ ഇക്കോണമിയെ വലിയ ഗുരുതരമായി ബാധിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. എലോൺ മസ്കും UK-യിലെ റൈറ്റ് വിങ് അജണ്ടകളും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇത്തരം അജണ്ടകൾ അദ്ദേഹത്തിന് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് മാത്രം കേരളം നോക്കിയാൽ മതി. ഈ ഇക്കണോമിക് അജണ്ടകളും ഇത്തരത്തിലുള്ള പദ്ധതികളൊന്നും സതീശന്റെ ചിന്തയിൽ നിന്ന് മാത്രം വരുന്നൊരു കാര്യമല്ല. അങ്ങനെ വരാനും കഴിയില്ല. സിമ്പിളാണ് ആ കാര്യം.